പോകാൻ പോകുന്നത് സച്ചുവിന്റെ പ്രാവിന്റെ ബാക്കി വിശേഷങ്ങൾ അറിയാനാണ്. അത് നമുക്ക് നേരിട്ട് പോയി കാണാം. ഇപ്പൊ എങ്ങനെ ഏജും കാര്യങ്ങളൊക്കെ കള്ളി നോക്കി എങ്ങനെ അറിയണം? അതൊന്ന് വിശദീകരിച്ചു പറഞ്ഞേ. ഇതിന്റെ തൂവല് 10 കല്ലി പൊട്ടണം. അതെങ്ങനെ സംഭവം? എന്നുവെച്ചാ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് പോയേക്കണണ്ട, ഇവിടുന്ന് ഇത്ര ഇങ്ങോട്ട് ഇത്ര അങ്ങോട്ട് പോയേക്കണണ്ട, അത് ഇങ്ങോട്ട് എണ്ണണം. എങ്ങോട്ട്? ഈ വന്ന ഈ പുതിയ തൂവലല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ ഒരു ഏഴാമത്തെ കല്യാണ്. 1 2 3 4 5 6 7 ഏഴാമത്തെ കല്ല്. 8ാമത്തെ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനിപ്പോ എത്ര മാസം പ്രായം ഉണ്ടാവും? ഇതപ്പോ ഇതിനിപ്പോ ഒരു 4 മാസം ഉണ്ടോ? 4 മാസം ഉണ്ടാവും. എത്ര ടൈമിൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാം? 6 മാസം. ഇത് 8 കല്ലാകുമ്പോഴേക്കും ബ്രീഡാവും. 6 മാസം ആകുമ്പോൾ നല്ല പക്ക ഇതാവും. അതായത് കുഞ്ഞുങ്ങൾ നോക്കാനും 6 മാസം വേണം. അതായത് കുഞ്ഞുങ്ങൾ നോക്കാനും ലൈനേജ്, അതായത് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടാനും എല്ലാത്തിനും 6 മാസം കഴിയുമ്പോഴാണ് ബ്രീഡ് ചെയ്യിക്കണത്. അതിനുള്ള അത് കിട്ടാൻ 6 മാസം വേണം. ഓക്കെ. ഒരു പ്രാവശ്യം എഗ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിയണം അടുത്ത എഗ് ചെയ്യാൻ? മീൻസ് അതായത് ഇപ്പൊ 2 മുട്ട ഇട്ട് കഴിഞ്ഞു, ആ മുട്ടയിലെ കുഞ്ഞുങ്ങള് വിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പൊ തന്നെ അടുത്ത എഗ് ചെയ്യും? ഇല്ല, അങ്ങനെ ചെയ്യണ പ്രാവുണ്ട്. അതിനാണ് ഈ നാടൻ പ്രാവില്ലേ, അത് അടുത്തടുത്ത് എഗ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത എഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ എടുത്ത് വെച്ചാൽ അത് വിരിയിച്ചാൽ പോകും. ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്യാറുണ്ട്. ഞാന് നല്ല പേരിനായാലും ഞാൻ അങ്ങനെ വിരിയിക്കാറില്ല, ടൈം കൊടുക്കും. എനിക്ക് ആ ടൈമിൽ ആ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള ബേഡിനെ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടാറുണ്ട്. ക്വാളിറ്റിയും ആണല്ലേ? ഇപ്പൊ ഈ ഇതിന് പറഞ്ഞ മരുന്നുകൾ ഏതൊക്കെ കൊടുക്കണേ? ഇപ്പൊ വിരയുടെ മരുന്ന് എങ്ങനെ ചെയ്യാറത്? വിരയുടെ അൽബോമാർ അതാ ഞാൻ കൊടുക്കണത്. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി, നല്ല മരുന്നല്ല. അതപ്പോ എങ്ങനെ ചെയ്യണത്? അത് അൽബോമാർ ഒരു ചെറിയ സിറിഞ്ച് എടുത്തിട്ട് സിറിഞ്ചില് അത് ഫുള്ള് 1 ലിറ്റർ കുപ്പിയില് അടിച്ചിട്ട് പകുതിയോളം വെള്ളം നിറച്ചൊന്ന് കുലിക്കുക. എന്നിട്ട് പിന്നെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഇത് അധികം കുടിക്കൂല ഈ സാധനം. എനിക്ക് ഇതിനാണെങ്കിൽ ഇപ്പൊ ഇത്രയും കൊടുത്താൽ മതി, അത്രയും കുടിക്കുള്ളൂ. രാത്രി അപ്പൊ തന്നെ ആ ദിവസം തന്നെ മാറ്റുകയും ചെയ്യണം. ഒരു ഉച്ചയാകുമ്പോഴേക്ക് വെള്ളമൊക്കെ. എത്ര ടൈം കൂടുമ്പോഴാണ് ഈ വേറെ മരുന്ന് കൊടുക്കണത്? 6 മാസം കൊടുക്കൂലേ? ഓക്കെ ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ മൾട്ടി വിറ്റാമിൻസ് അങ്ങനെ എന്തെങ്കിലും? ആ വിരയുടെ കൊടുത്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ മാറ്റണം. ഉച്ചക്കായിട്ട് വെള്ളം മാറ്റിയിട്ട് രാത്രി വെച്ച് കൊടുത്ത് അന്ന് തന്നെ മാറ്റണം. കുടിച്ചാൽ എന്നിട്ട് അടുത്ത 3 ദിവസം അവിടെ സിങ്കോട്ട് മനസ്സിലായി. സിങ്കോട്ട് പിള്ളേർക്കാൻ കൊടുക്കണം. ഇത് കൊടുക്കണം 3 ദിവസം. മൾട്ടി വിറ്റാമിൻ 3 ദിവസം കൊടുക്കണം. വെള്ളത്തിൽ ഈ അളവിൽ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. അതപ്പോ പിന്നെ 3 ദിവസം കഴിയുമ്പോൾ പിന്നെ 10 ദിവസം കഴിയുമ്പോ വിരയുടെ ഈ അളവിൽ തന്നെ ഒന്നുകൂടി കൊടുക്കണം. അതായത് മനുഷ്യനൊക്കെ അടിക്കുന്നോട്ട് തന്നെ ബാക്കിയുള്ള വിരകൾ നശിച്ചു പോകാൻ വേണ്ടി. ഈ 10 ദിവസം കഴിയുമ്പോ ഒന്നുകൂടി അൽബോമാർ ഒന്നുകൂടി കലക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ 3 ദിവസം പിന്നെ ഇത് കൊടുക്കും. അങ്ങനെ ഞാൻ അവിടെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ തീറ്റകള് എന്താണ് കൊടുക്കുന്നത് മെയിൻ ആയിട്ട്? തീറ്റകൾ ഞാൻ കൊടുക്കുന്നത് ഫിനിഷർ ഇതിനുണ്ട്. അതായത് നമ്മുടെ കോഴിക്ക് കൊടുക്കണ ഫിനിഷറാണ് കൊടുക്കുന്നത്? അല്ലല്ല, അത് കോഴിപ്പല്ലത്താണ്. ഫിനിഷർ അല്ലേ? ഗോതമ്പ്, മണിച്ചോളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൊടുക്കണത്. ഇത്തള് കാൽസ്യത്തിന് വേണ്ടി ഇത്തള് കൊടുക്കൂലേ? അധികം കൊടുക്കണ്ടത്. ഓക്കെ. അല്ല, ഈ കുട്ടികളാവുമ്പോൾ സെയിം തീറ്റയാണ് കൊടുക്കണത് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കും? കുട്ടികൾ ഞാനിപ്പോ ഹാൻഡ് ഫീഡ് ചെയ്തതിന് ഗ്രീൻ പീസ് കൊടുത്തു കൊടുക്കും. പിന്നെ ധാന്യക്കൂട്ടുകള് അങ്ങനെ കൊടുക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കിയാലോ അങ്ങനെ സംഭവം എന്നുള്ളത്? ഓക്കെ. നൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോക്സ് അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഉമ്മ അതിന് സച്ചുവിന് ചീത്ത പറയണ്ടായിരുന്നു. ഞാൻ വന്നത് വീടിന്റെ ഉള്ളിൽ വരണം അവൻ സെറ്റ് ചെയ്യൂല, അവിടെ സെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇതിപ്പോ ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് അവൻ സെറ്റ് ചെയ്യണത്. ഇപ്പൊ എന്തെന്നൊക്കെയാണ് പൊടിച്ചു വെച്ചാണ് സച്ചു ഇതില്? ധാന്യക്കൂട്ട് എന്ന് പറയുമ്പോ ഒന്ന് തുറന്നു നോട്ടെ, എന്തൊക്കെ സാധനങ്ങളാണത്? ഇതില് ഇത് വാങ്ങിടാണത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പച്ചവെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യും? ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഒരു സിറിഞ്ച് വാങ്ങാം, ഇത്ര അതിന് അക്കൂടത്തിന്റെ ഫിൽറ്റർ ഉണ്ടാ, ഇത് ഡ്രോപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഓക്കെ 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 ഓക്കെ. ഇത് ഈസി ആയിട്ട് ചെയ്യാല്ലേ? ഇതിങ്ങനെ പറഞ്ഞ സിറിഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കും. ഓക്കെ ഓക്കെ. വേറെ ഉണ്ട്, അതിനൊക്കെ വില കൂടുതലാണ്. ഓക്കെ ഓക്കെ. ഇത് നിസ്സാര പൈസ ആവുള്ളൂ അല്ലേ? ഇങ്ങനെ കളിക്കുക ടൈറ്റിൽ കലക്കും അത്? അത്യാവശ്യം. ഇതിന് വെള്ളമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. വെള്ളമല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് കട്ടി കൂടുതലല്ല വേണ്ടത്. ഇത് കട്ടിയാണെങ്കിൽ തങ്ങി
ഓക്കെ ഓക്കെ ഓക്കെ. പറക്കണ പക്ഷികളിൽ പാല് കൊടുത്ത് കുഞ്ഞുങ്ങൾ നോക്കുന്നത് പ്രാവ് മാത്രമാണ്. ആ കൊടുക്കുന്ന പാലിനെ ക്രോപ്പ് മിൽക്ക് എന്നാണ് പറയുന്നത്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രാവ് ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇത് ഈ പറഞ്ഞോട്ട് നമ്മൾ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നോട്ട് കിളികളിൽ വിട്ട് നമ്മുടെ അടുത്ത് വാങ്ങി കഴിക്കൊന്നുമില്ല അല്ലേ? ഇല്ലില്ല. ഇതിങ്ങനെ തന്നെ കൊടുക്കണം അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ എങ്ങനെ അതിന്റെ ക്രോപ്പില് നിറയൂലേ? അനുസരിച്ച് മനസ്സിലാവൂലേ എന്തോരം വേണം വേണ്ടത്? ഓക്കെ. ഇത് ഈ ഫോർമുല കൊടുത്തിട്ട് എങ്ങനെയാണ് തെച്ചു? നല്ല ഗ്രോത്ത് ഉണ്ടോ? നന്നായിട്ട് വളരുന്നുണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോ എത്ര ദിവസം ഇങ്ങനെ കൊടുക്കേണ്ട വരും ഈ കുട്ടികൾക്കൊക്കെ? അത് തീറ്റ തിന്നാണ് നമുക്കത് അറിയാൻ പറ്റും. കൊത്തി തിന്നു ആണല്ലേ? ഓട്ടോമാറ്റിക് കൊത്തി തിന്നു കൊടുക്കും. അപ്പൊ നമുക്ക് അതിനെ ആൽബിടി നിർത്താം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് മെയിലും ഫീമെയിലും തിരിച്ചറിയണം എങ്ങനെ ഒന്ന് പറഞ്ഞത്? മെയില് നല്ലോണം വട്ടോട്ട് കുറുകും. വട്ടോട്ട് കുറുകും. അപ്പൊ ഞാനിപ്പോ വാങ്ങാൻ പോകുമ്പോ അവിടുത്തെ സാഹചര്യത്തിൽ ഇപ്പൊ കുറുകണമെന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതും തന്നെ മെയില് നമുക്ക് ഫീമെയില് വെച്ച് നോക്കുമ്പോ മെയില് വലുതാണ്, വലുതായിരിക്കും. ബോഡി സൈസ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഈ പുറത്തിറങ്ങിയിരിക്കണത് ഏതാണ്? മെയിലാണ്. മെയിലാണ്. ഓക്കെ ഓക്കെ. മനസ്സിലാവില്ല, ഇത് മെയിലോ ചെറുതാണ്. ഫേസിനും വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഫേസ്, അതായത് മെയിലിന്റെ തല ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടാവും, ഫീമെയിലിന്റെ ചെറുതായിരിക്കൂല ഈ കാണുന്നുണ്ട്. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് ബേഡിനെ എടുക്കുമ്പോ ബ്രീഡിംഗ് പെയറിന് എടുക്കണതാണ് നല്ലത്, അല്ലെങ്കിൽ കുട്ടികളെടുത്ത് സെറ്റ് ചെയ്യണത് നല്ലത്? ബ്രീഡിംഗ് പെയർ എന്ന് പറയുമ്പോ ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ബ്രീഡിംഗ് പെയറിന് എടുക്കുന്നതായിരിക്കും നല്ലത്. തുടങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ലത് കുട്ടികൾ എടുക്കണായിരിക്കും അല്ലെ? അപ്പൊ കുട്ടികളെടുത്ത് സെറ്റ് ചെയ്യുമ്പോ ഈ പറഞ്ഞ പ്രതിരോധ ശേഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേന്ന് പറയുമ്പോ നമുക്ക് അറിയാൻ പാടാത്തവരെ പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സച്ചു, ഈ തുടങ്ങാൻ പോണവരടുത്ത് എന്താണ് നിനക്ക് പറയാനുള്ളത്? തുടക്കക്കാർക്ക് മെയിനായിട്ട് കുട്ടികളെടുത്ത് വളർത്തണം. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലാവും. തള്ളലെടുത്ത് വളർത്തുമ്പോ തള്ളകൾക്ക് ഓരോ ഇതൊക്കെ വരുമ്പോ അവർക്ക് എന്താണ് മനസ്സിലാവും. അതായത് കുട്ടികളാവുമ്പോ നമ്മുടെ വീടായിട്ട് പക്കയായിട്ട് സെറ്റ് ആവും, നമ്മളായിട്ട് ഇണങ്ങുകയും ചെയ്യും. അസുഖങ്ങൾ കുറവായിരിക്കും എല്ലാം. ഇപ്പൊ ബ്രീഡിംഗ് സെറ്റ് എന്നൊക്കെ പറയുമ്പോ അതിനെപ്പറ്റി നല്ല അറിവില്ലാത്തവന് എടുത്തു കഴിഞ്ഞാൽ ഈ പറ്റിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോ ബ്രീഡ് ആവാത്തുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അടയിരിക്കാത്തുണ്ടാവും, കുഞ്ഞുങ്ങളെ നോക്കാത്തുണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യണമെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്യാം, മുട്ട എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ മുട്ട എടുത്ത് മാറ്റി വെക്കാം. കുഞ്ഞുങ്ങളെ നോക്കല്ലേ, കുഞ്ഞിനെ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യാം. എല്ലാതും നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മ സ്വന്തമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ആവണം. അല്ലാണ്ട് ഈ പറഞ്ഞോട്ട് ഓരോരുത്തർ പറഞ്ഞു കേട്ടതിനേക്കാളും കൂടുതൽ നമ്മ ചെയ്ത് തന്നെ പഠിക്കണം. അതല്ല ചെയ്യാനുള്ളത്. ഞാൻ രണ്ട് കുഞ്ഞുങ്ങളാണ് എടുത്തത്. എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ? അപ്പൊ ഓരോ അസുഖങ്ങളൊക്കെ വന്നപ്പോ എല്ലാ കാര്യങ്ങളും ഇതിങ്ങനെയാണ്. അപ്പൊ പറഞ്ഞ് എന്റെ ഒരു മാമുണ്ട് സബീന്ന് പറഞ്ഞു. അപ്പൊ ആ മാമ പറഞ്ഞ് കൊണ്ടുവരില്ല എത്തിച്ചോ, പിന്നെ വരൂലെന്ന് പറഞ്ഞു. അങ്ങനെ പോക്സും കാര്യങ്ങളല്ലേ? അതൊക്കെ മാറി. സച്ചു, അപ്പൊ നമ്മ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 ഡയലോഗ് അടിച്ചേ. നമസ്കാരം. പൊളിയാണ്, ഫുട്ബോൾ ബ്രാൻഡിലാണ്, എല്ലാ ബ്രാൻഡും ഉണ്ട്. ചാനലാണ് ചാനലാണ്, എല്ലാരെയും നമുക്ക് പകർന്നു തന്നെയുണ്ട്. പിന്നെന്തിട്ട് പറയാ. ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.